അപ്പോൾ ഹത്തയിലെ ഇതുവരെ കണ്ട കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഹത്തയിലെ പേഴ്സണലി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ ഇനി നമ്മൾ പോകുന്നത്. അപ്പോൾ ഹത്തയിൽ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു സ്ഥലത്തിനോട് പ്രത്യേക ഒരു ഇഷ്ടം തോന്നി. കാരണം കേരളവുമായിട്ട് എവിടെയൊക്കെയോ ഒരു സാമ്യമുള്ള ഒരു സ്ഥലം പോലെ തോന്നി. അതുപോലെ ഇവിടെ ഒരുപാട് വിദേശികളെ കാണാൻ പറ്റും കേട്ടോ. വിദേശികൾ എന്ന് പറയാൻ എനിക്ക് പറ്റില്ല, കാരണം ഞാനും ഇവിടെ ഒരു വിദേശി തന്നെയാണ്. ഇതും എന്റെ സ്വദേശമൊന്നുമല്ല. പക്ഷെ നമ്മൾ കൂടുതലും യൂറോപ്യൻസിനൊക്കെ കാണുമ്പോഴല്ലേ നമ്മൾ വിദേശികൾ എന്ന് പറഞ്ഞു പോവാം. അപ്പൊ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സൈക്ലിങ്ങിന് വേണ്ടിയിട്ടാണ്. അവരവരുടെ സൈക്കിളും ഹെൽമെറ്റും ഒക്കെ എടുത്ത് ഈ ഒരു ഭാഗത്ത് സൈക്ലിംഗ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് ഹത്ത ലേക്കിന്റെ അവിടുന്ന് വീണ്ടും മുൻപോട്ട് പോകുമ്പോഴുള്ള കാഴ്ചകളാണ് കേട്ടോ. ശരിക്കും ഇത് അത്ര നല്ല റോഡൊന്നുമല്ല. ഈ കാണുന്ന റോഡും ഇവിടം വരെയുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടാറിട്ട റോഡ് പോലും അല്ല. എങ്കിൽ കൂടി നല്ല ഒരുപാട് കാഴ്ചകൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഈ കാണുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമുക്ക് വെള്ളം, കുളം, പുഴയൊക്കെ ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു പ്രതീതി കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ റോഡ് മോശമായതുകൊണ്ട് ആരും ഈ ഭാഗത്തേക്ക് വരാതിരിക്കണ്ട. പറ്റുന്നവരെല്ലാവരും ഈ ഒരു ഭാഗം കണ്ട് എൻജോയ് ചെയ്യാനായിട്ട് ഉണ്ട്. ഇതൊരു കോൺക്രീറ്റ് പാലം പണിതിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ താഴെ അങ്ങനെ ഒരുപാട് വെള്ളമൊന്നുമില്ല. ഇനി മഴക്കാലാവുമ്പോ ഇവിടെയൊക്കെ വെള്ളം ആവുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇപ്പൊ എന്തായാലും കുറച്ച് മാത്രമേ വെള്ളമുള്ളൂ. അതുപോലെ ഒരുപാട് പേര് സൈക്ലിങ്ങിനെ ആ സൈഡിൽ കൂടെ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ കുറെ പാറക്കഷ്ണങ്ങളും അതുപോലെ ചെറിയ ചെറിയ ഉരുളൻ കല്ലുകളൊക്കെ നിറച്ച് കിടക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഏരിയയിൽ കൂടെയാണ് അവര് സൈക്ലിംഗ് ഒക്കെ ചെയ്യുന്നത്. സ്വന്തമായിട്ട് സൈക്കിളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വന്നിട്ട് ഈ ഒരു ഭാഗത്ത് സൈക്ലിങ്ങിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ സൈക്ലിങ്ങിന്റെ ആ ഒരു ഏരിയ തെരഞ്ഞെടുത്തപ്പോ നമ്മുടെ കണ്ണൊക്കെ നേരെ ചെന്ന് വിട്ടത് ആ ഒരു പച്ചപ്പിലേക്കും അതുപോലെ അവിടെ കിടക്കുന്ന വെള്ളത്തിലേക്കാണ് കേട്ടോ. പക്ഷെ അത് രണ്ട് സംസ്കാരങ്ങളുടെ ഒരു വ്യത്യാസമായിരിക്കാം. അവർക്ക് ഈ ഒരു ആക്ടിവിറ്റിയോടാണ് കൂടുതൽ താല്പര്യം. നമുക്ക് വെള്ളം കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ പോയി എവിടെയെങ്കിലും ഒന്ന് ചാടണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് കാലെങ്കിലും നനയ്ക്കണം എന്നുള്ള ആ ഒരു ചിന്തയല്ലേ നമുക്കൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ എന്തായാലും വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന ആ ഒരു ഏരിയ നോക്കിയിട്ട് വീണ്ടും നമ്മുടെ യാത്ര തുടരാണ്. ഞാൻ പറഞ്ഞ പോലെ റോഡ് എന്ന് പറയുന്ന ഒരു സംഭവം, ടാറിട്ട റോഡ് ഇവിടെ അവസാനിച്ചു. ഇനി നമ്മൾ പോകുന്നത് അത്ര നല്ലൊരു വഴിയൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ലാത്ത ഒരു വഴി കൂടെയാണ് പോകുന്നത്. കാരണം റോഡൊന്നുമില്ല, ചെറിയ ചെറിയ കല്ലുകളും മണ്ണും ഒക്കെ ഉള്ള ഒരു വഴി കൂടെയാണ് നമ്മൾ പോകുന്നത്. പക്ഷെ ഇതിന്റെ റിസൾട്ട് ഉണ്ടല്ലോ, നമുക്ക് എന്താ പറയാ, അത്രയും ഇഷ്ടാവുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇത് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. ഇപ്പൊ ഇവിടെ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പുഴയുടെ തീരത്തൊക്കെ നിറയെ പുല്ലും സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതേപോലത്തെ ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ആഴമുള്ള ഏരിയ ആണ്. നല്ല പോലെ നീന്തൽ അറിയാവുന്നവർക്ക് മാത്രം ഇറങ്ങാൻ പറ്റിയ ഒരു ഭാഗമാണ്. പക്ഷെ അതിന്റെ തൊട്ടടുത്ത് തന്നെ ആർക്ക് വേണമെങ്കിലും ഇറങ്ങാൻ പറ്റുന്ന അധികം ആഴൊന്നും ഇല്ലാത്ത ഒരു ഭാഗമുണ്ട്. അപ്പൊ അവിടെ ഒരുപാട് പേര്, ഞങ്ങൾ വരുമ്പോൾ തന്നെ ഒരു ഫാമിലി അവിടെ ഉണ്ട്. അപ്പൊ അവര് മീൻ പിടിക്കാനായിട്ട് തോർത്തും അതുപോലെ കപ്പൊക്കെ കൊണ്ട് ഫുൾ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട് പോലെ തന്നെ രണ്ട് സൈഡിലും പുല്ലൊക്കെ ആയിട്ട് വല്ല പാമ്പ് ചെയ്യുമ്പോണ്ടോന്നൊന്നും അറിയില്ല. എന്തായാലും വെള്ളം കണ്ട ഒരു ദിവസത്തില് അങ്ങ് ഇറങ്ങിയതാണ്. ബാക്കിലോട്ട് പോകും തോറും ആഴം കൂടിയ ഏരിയ ആണ്. അപ്പൊ നല്ലപോലെ നീന്തൽ അറിയുന്നവര്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നല്ലപോലെ നീന്തൽ അറിയുന്ന ഒരാളെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ മാത്രം വെള്ളത്തിലെ ഒരുപാട് ദൂരത്തേക്ക് പോവാൻ നിന്നാൽ മതി കേട്ടോ. കാരണം ഒരുപാട് റിസ്ക് എടുക്കാൻ നമുക്ക് പറ്റില്ല. നമുക്ക് പരിചയമുള്ള ഒരു ഏരിയ അല്ല. അപ്പൊ അതുകൊണ്ട് വെള്ളത്തിന്റെ ഒഴുക്കും അല്ലെങ്കിൽ ആഴമൊന്നും നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. അപ്പൊ വെള്ളം കണ്ട സന്തോഷത്തില് എല്ലാവരും പോയി ചാടണ്ട. കുറച്ച് ദൂരമൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ. നല്ല കല്ലുകളൊക്കെ നമുക്ക് താഴെ കാണാൻ പറ്റുന്ന ദൂരമുണ്ട്. അതുവരെ സേഫ് ആണ്. അപ്പൊ അതിന്റെ അപ്പുറത്തേക്ക് പോവാനായിട്ട് റിസ്ക് ആരും എടുക്കണ്ട. പിന്നെ നമ്മൾ ഹത്ത ലേക്കിലേക്ക് തിരിച്ചു പോകാനാണ്. അപ്പൊ നമ്മൾ പോകുന്ന വഴിയിൽ ഇത് കണ്ടായിരുന്നു. പക്ഷെ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുന്ന സ്ഥലം ഉണ്ടെന്ന് അറിഞ്ഞപ്പോ അവിടേക്ക് ആദ്യം പോയി എന്നേ ഉള്ളൂ. തിരിച്ച് ആ ഒരു ഭാഗത്തേക്ക്, ലേക്കിന്റെ ഭാഗത്തേക്കാണ് നമ്മൾ എത്തി. അപ്പൊ ആ ലേക്കിന്റെ ഭാഗത്തെ ബ്രിഡ്ജിലൂടെ നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ താഴേക്ക് ഇങ്ങനെ കുറെ സ്റ്റെപ്പുകളൊക്കെ കാണാം. നമുക്ക് അവിടെ എൻട്രി ഉണ്ട്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇറങ്ങാം. ഇതാണ് ആ ലേക്കിന്റെ ഭാഗം. വിശ്രമിക്കാനും കാര്യങ്ങൾക്കൊക്കെ നല്ലപോലെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും കുറച്ചു നേരം വന്നിരുന്ന് വിശ്രമിക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ്. അതുപോലെ ഇവിടെ എല്ലാ മൗണ്ടന്റെ മുകളിലും ഒരുവിധം നമുക്ക് ഹത്ത എന്ന് എഴുതിയിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കും. ഇനി ഇവിടുന്ന്
നമ്മൾ നേരെ പോകുന്നത് ഹത്ത ഹെറിറ്റേജ് വില്ലേജിലേക്കാണ്. അപ്പോൾ ഇതിനകത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പഴമയുടെ ഓർമ്മകൾ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അങ്ങനെ കുറെ പഴയ കാര്യങ്ങളൊക്കെ കാണാനാണ്. പക്ഷെ ഒരു മ്യൂസിയം ഒന്നും അല്ല ഇത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ അവർ ഉപയോഗിച്ചിരുന്ന അവരുടെ ലൈറ്റുകൾ അല്ലെങ്കിൽ അതുപോലത്തെ അവരുടെ വീടുകൾ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു നിർമ്മാണ രീതി അതൊക്കെയാണ് ഇതിനകത്ത് കൂടുതലായിട്ട് കാണാനുള്ളത്. അതേപോലെ ഇതിന്റെ ഒരുപാട് ഭാഗങ്ങൾ കുറെ സ്റ്റോറുകളൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. കൊറോണ കാരണം കൊണ്ടാണോ എന്ന് അറിയില്ല, കുറെ കാര്യങ്ങളൊക്കെ അവിടെ അടച്ചിട്ടിരിക്കുകയാണ്. പക്ഷെ നല്ലൊരു രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഏരിയ. അതേപോലെ തന്നെ കുറെ ഭാഗങ്ങളിൽ ഇതിന്റെ ഡെവലപ്മെന്റുകൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ അങ്ങനെ ഒത്തിരി കാഴ്ചകളൊന്നും കാണാനായിട്ട് നമുക്കില്ല. പക്ഷെ ഹത്തയിലേക്ക് വരുന്നവര് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് സ്വാൻ ലേക്കിലേക്കാണ്. അപ്പോൾ ഏകദേശം ഇരുട്ടൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ സ്വാൻ ലേക്കിൽ എത്തിയപ്പോ ഒരുവിധ അസ്തമയത്തിന്റെ സമയമായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഏരിയയിൽ എത്തിയപ്പോൾ നമ്മൾ ഇത്രയും സമയം കണ്ട കാഴ്ചകളിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. നമ്മൾ സ്വാൻ ലേക്കിലേക്ക് നടന്നു പോവാട്ടോ. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് നടക്കാവുന്ന ദൂരേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഒരുപാട് പേര് കുതിര സവാരി ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഹോഴ്സ് റൈഡിങ് അറിയാവുന്നവർക്കൊക്കെ ഇത് റെന്റിന് അവൈലബിൾ ആണ്. പണ്ട് ഊട്ടിയിലേക്കൊക്കെ പോകുമ്പോഴാണ് നമ്മൾ കൂടുതലും ഇങ്ങനെ കുതിര സവാരി ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കുക. പക്ഷെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഊട്ടി എന്ന് പറയുമ്പോൾ ഒരു പച്ചപ്പും പിന്നെ ഒരുപാട് പൂക്കളൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുക. ഈ ഒരു ഏരിയയിൽ അങ്ങനെ ഒരു വലിയൊരു പച്ചപ്പൊന്നോ അല്ലെങ്കിൽ പൂക്കളൊന്നും അധികമായിട്ട് ഇല്ല. ഇവിടെ ആകെ കൂടെ ഉള്ളത് ഈ ഒരു കുതിര സവാരിക്കുള്ള ഒരു ഏരിയ ഉണ്ട്. അതേപോലെ തന്നെ സ്വാൻ ലേക്ക് ആണ് പിന്നെ ഉള്ളത്. ഇതാണ് കേട്ടോ സ്വാൻ ലേക്കിന്റെ ഭാഗം. നമുക്കിത് താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സ്വാനുകളൊക്കെ നമ്മുടെ അടുത്തേക്ക് വരുന്ന ആ ഒരു ഏരിയക്ക് നമുക്ക് ചെല്ലാനായിട്ട് പറ്റും. അപ്പൊ എന്തായാലും ഞങ്ങൾ ആ ഭാഗത്തേക്ക് എത്തിയപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന 2 സ്വാൻ വരെ പോവുകയാണ് കേട്ടോ ചെയ്തത്. പക്ഷെ ഇവിടെ ഒരുപാട് പേര് ഈ സ്വാനുകൾക്ക് തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയോ ഭക്ഷണം വാങ്ങിയിട്ട് അവർക്ക് ആ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുമ്പോൾ അങ്ങ് ദൂരെയുള്ള സ്വാനുകൾ വരെ അടുത്തേക്ക് വരുന്ന കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അങ്ങനെ തൊട്ടടുത്ത് കണ്ടു. പക്ഷെ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ 2 പേരും അകലേക്ക് നീന്തി പോയായിരുന്നു. ഈ സ്വാൻ ലേക്കിലത്തെ വെള്ളം അത്ര അങ്ങോട്ട് ഒരു ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമൊന്നുമല്ല. നമ്മൾ ആദ്യം കണ്ട ആ ഒരു പുഴയിലത്തെ വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും നീറ്റ് വെള്ളമായിരുന്നു. നമുക്ക് താഴെ അടിത്തട്ട് വരെ കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വെള്ളമൊക്കെ ആയിരുന്നു. പക്ഷെ ഇവിടുത്തെ വെള്ളം അത്ര അങ്ങോട്ട് ഒരു ക്ലിയർ അല്ല. കാരണം ആ ഭാഗത്ത് കുറെ ചളിയും അതുപോലെ സ്വാനൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവരുടെ വേസ്റ്റും അവർക്ക് ഫുഡ് കൊടുക്കുന്നതിന്റെ വേസ്റ്റും ഒക്കെ ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇവിടുത്തെ വെള്ളം ഒരു ക്ലിയർ അല്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ പരിസര ഭാഗത്ത് തന്നെ നമുക്ക് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഒന്ന് റീഫ്രഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പൊ നേരെ അത്യാവശ്യം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇരുട്ടായാലും കാണാൻ ഭംഗിയുള്ള ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ ഇനി അടുത്തത് നമ്മൾ പോകുന്നത്. ഹത്ത വാദി ഹബിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഒരുപാട് ഏരിയകളും പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. ഇവിടെയൊക്കെ ലൈറ്റ് ഇട്ടിട്ട് ഫുള്ളി അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ രാവിലെ തന്നെ അല്ലെങ്കിൽ പകൽ വെളിച്ചത്തിൽ തന്നെ വരുന്നത് ഒരു നിർബന്ധം ഇല്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിലും അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് കിടക്കുകയാണ്. അപ്പൊ ഇവിടെ ഈ ഭാഗത്തേക്ക് കിടക്കാനൊന്നും നമുക്ക് എൻട്രി ഫീസോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇവിടെയും ഈ പറഞ്ഞ പോലെ ഒട്ടക സവാരിയും അതുപോലെ കുതിര സവാരിയും ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ മുകളിലൊക്കെ കയറണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ വാദി ഹബിൽ ഒരുപാട് ഭാഗങ്ങളിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം ഭാവിയിലെ നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും അത്യാവശ്യത്തിന് ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ ഉണ്ട്. കാരണം ഈ ഒരു കൊറോണ ആയിട്ട് പോലും ഇത്രയും ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ ഇതിലും നല്ല രീതിയിൽ അവരത് ചെയ്യാനായിട്ട് എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ എല്ലാ ഭാഗങ്ങളിലും ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ട് കേട്ടോ. കാരണം ഫുൾ ലൈറ്റ് ഒക്കെ വരുമ്പോൾ രാത്രിയാണെങ്കിലും കാണാനായിട്ട് നല്ല രസമുണ്ട്. അതേപോലെ ഇവിടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സിലൊക്കെ അവര് കൊറോണ കാരണം കൊണ്ടുള്ള ആ ഒരു സേഫ് ഡിസ്റ്റൻസ് പാലിക്കണം എന്നുള്ള സ്റ്റിക്കേഴ്സ് ഒക്കെ എല്ലാവർക്കും ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാവരും ഒരു ഭാഗത്ത് കൂട്ടം കൂടി നിൽക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ കാണില്ല. എല്ലാവരും അവരവർക്ക് വേണ്ടിയിട്ടുള്ള സേഫ്റ്റി മെഷർമെന്റ്സ് ഒക്കെ എടുത്തിട്ട് തന്നെയാണ് ഇവിടെ ഉള്ളത്.
അപ്പൊ ദേ ഈ കാണുന്ന ഭാഗം ബോട്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ളതായിരുന്നു. പക്ഷെ ദേ അവിടെ അവര് വെച്ചിട്ടുണ്ട് നോ ബോട്ടിംഗ് അലൗഡ് എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അത് കൊറോണ ആയതുകൊണ്ട് അടച്ചതാണോ അതിന് റീഓപ്പൺ ചെയ്യോ എന്നൊന്നും എനിക്കറിയില്ല. അതോ ഈ വർക്ക് ഇൻ പ്രോഗ്രസ് ആണോ എന്നും അറിയില്ല. എന്തായാലും ഇപ്പൊ അവിടെ ബോട്ടിംഗ് സാധ്യമല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഭാഗത്ത് ഒരു തീയൊക്കെ കൂട്ടിയിട്ടിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അതിന് ചുറ്റും തടി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇരിപ്പിടങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഒരു കാലാവസ്ഥ അങ്ങനെ അങ്ങോട്ട് തണുത്ത് വിറയ്ക്കുന്ന ഒരു കാലാവസ്ഥയൊന്നുമല്ല. എങ്കിൽ കൂടി നല്ല കാറ്റും അതുപോലെ നല്ല രസമായിട്ടുള്ള ഒരു ക്ലൈമറ്റും ഉള്ളതാണ്. അപ്പൊ ഇതൊരു ഭംഗിക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം ഇരുട്ടായിട്ടുണ്ടല്ലോ. അപ്പൊ ആ ഒരു മനോഹാരിത കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു കാര്യം പോലെയാണ് എനിക്ക് തോന്നിയത്. അതുപോലെ ഇതിന്റെ സൈഡുകളിലൊക്കെ ഇവര് ഈ കുഞ്ഞു കുഞ്ഞു ഷെഡുകളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്തൊക്കെ ആദ്യം ആദ്യം വന്നവരൊക്കെ ഇരിപ്പ് പിടിച്ചിട്ടുമുണ്ട്. അതേപോലെ ഒരു ഭാഗത്ത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഊഞ്ഞാലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഹത്തയിലെ ഒരുവിധം ഭാഗങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ഏതെങ്കിലും ഭാഗങ്ങൾ നല്ല ഭംഗിയുള്ള ഡെസ്റ്റിനേഷൻസ് വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ അറിയാവുന്നവരുണ്ടെങ്കിൽ അത് കമന്റ് ആയിട്ട് എഴുതണം. അതേപോലെ ഇതിന്റെ മുമ്പത്തെ 2 ഭാഗങ്ങളുണ്ട്. അത് കാണാത്തവരെ ഒന്ന് കണ്ടു നോക്കണം. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ ഒരു ഹത്ത കാഴ്ചകൾ തൽക്കാലത്തേക്ക് നമ്മൾ അവസാനിപ്പിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ വീണ്ടും പുതിയ പുതിയ കാഴ്ചകളായിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പൊ അതുവരയ്ക്കും എല്ലാവർക്കും ബൈ ബൈ.